വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല മുൻ വിസി ഡോക്ടർ എം.ആർ. ശശീന്ദ്രനാഥിന് വീഴ്ച സംഭവിച്ചെന്ന റിപ്പോർട്ട് ഗവർണർ നിയോഗിച്ച അന്വേഷണ കമ്മീഷനാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ജസ്റ്റിസ് ഹരിപ്രസാദ് രാജ്ഭവനിലെത്തിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, എന്തൊക്കെയാണ് വിവരങ്ങൾ? ദേവിക, അല്പസമയം മുമ്പാണ് രാജ്ഭവനിലെത്തി ഗവർണർക്ക് മുൻപിൽ ജസ്റ്റിസ് ഹരിപ്രസാദ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ ഒരു സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഗവർണർ ഇത്തരത്തിലൊരു അന്വേഷണ കമ്മീഷനെ രൂപീകരിക്കുകയും അതിന് ജസ്റ്റിസ് ഹരിപ്രസാദിന് ചുമതല നൽകുകയും ചെയ്തത്. വിവിധ തലങ്ങളിലെ അന്വേഷണം, ഒപ്പം തന്നെ വിവിധ ആളുകളിൽ നിന്നടക്കം ശേഖരിച്ച വിവരങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്തിമമായൊരു റിപ്പോർട്ട് പൂർത്തീകരിച്ചുകൊണ്ട് ആ റിപ്പോർട്ട് ഇപ്പോൾ രാജ്ഭവനിലെത്തി ഗവർണർക്ക് നൽകിയിട്ടുള്ളത്. ഇതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സംഭവത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് വെറ്റിനറി സർവകലാശാലയിൽ SFI വിദ്യാർത്ഥികളുടെ അതിക്രൂരമായ മർദ്ദനവും മാനസിക പീഡനവും അവിടുത്തെ വിദ്യാർത്ഥി തന്നെയായിരുന്ന സിദ്ധാർത്ഥ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഗുരുതരമായ കണ്ടെത്തലായി ഈ റിപ്പോർട്ടിലുള്ളത്. അത് മാത്രമല്ല, അതേസമയം അവിടെ ഉണ്ടായിരുന്ന വിസിക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജയപ്രകാശ്, വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മുൻ വിസി ഡോക്ടർ എം.ആർ. ശശീന്ദ്രനാഥിന് വീഴ്ച സംഭവിച്ചെന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഗവർണർ നിയോഗിച്ച അന്വേഷണ കമ്മീഷനാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിലെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അതെ, ഈ ശശീന്ദ്രൻ വിസി എന്ന് പറയുന്ന അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ ആദ്യം മുതൽ തന്നെ പറയുകയാണ്. ഫെബ്രുവരി 18 സിദ്ധാർത്ഥൻ കൊല്ലപ്പെടുന്നത്. 20 മുതൽ നമ്മൾ പറയുക അടുത്ത വിസി ഇതേ സമയത്ത് ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ആ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു എന്ന്. പക്ഷെ ആരും സമ്മതിച്ചില്ല, ഒറ്റയാൾ സമ്മതിച്ചില്ല. അവിടെ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അവസാനം പോലീസിന് സമ്മതിക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു അതിന്റെ തെളിവ് സഹിതം ഞാൻ തരാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ പോലീസിന് സമ്മതിക്കേണ്ടി വന്നത്. അതാണ് സത്യം. 18 ഞായറാഴ്ച 19, 20 ഈ 3 ദിവസവും അവിടെ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുക, മരണസമയത്ത് ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുക. അതിന് തെളിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഫുഡ് സപ്ലൈ ചെയ്ത ബില്ല് ഉൾപ്പെടെ എന്റെ കയ്യിലുണ്ട്. അതിന്റെ റെസിപ്റ്റ് എന്റെ കയ്യിലുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് എന്റെ കയ്യിലുണ്ട്. ഇവരെല്ലാവരും കൂടെ അവിടെ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വളരെ നല്ല ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇത് സസ്പെൻഷനല്ല ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ വിസിയെയും ഡീനെയും അസിസ്റ്റന്റ് വാർഡൻ കാന്തനാഥനെയും ഡീൻ നാരായണൻ ഇവരെല്ലാവരും സസ്പെൻഡ് ചെയ്യുകയല്ല വേണ്ടത്, സർവീസിൽ നിന്ന് തന്നെ നീക്കം ചെയ്യണം. അങ്ങനെ ഒരു കീഴ്വഴക്കം വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം കൊണ്ടുവരണമെന്നല്ല, അങ്ങനെ നിയമം ഇല്ലാത്തതുകൊണ്ടല്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ല സർവീസ് കഴിഞ്ഞ് തിരിച്ചെടുത്തു, മുൻകാല പ്രാബല്യത്തോടെ തിരിച്ചു വന്നു, ശമ്പളം കൊടുത്തു, ആ ഒരു രീതി മാറ്റിയിട്ട് ജോലിയിൽ നിന്ന് തന്നെ സർവീസിൽ നിന്ന് തന്നെ ഡിസ്മിസ് ചെയ്ത് വിടണം എന്ന് തന്നെ. അതാണെങ്കിൽ തന്നെ ഇനിയുള്ള തലമുറ അല്ലെങ്കിൽ ഇനിയുള്ള അങ്ങോട്ടുള്ള ഉദ്യോഗസ്ഥരും കുറച്ച് അല്പമെങ്കിലും ശുഷ്കാന്തിയോടുകൂടി ജോലി ചെയ്യണമോ വേണ്ടോ എന്ന് ചിന്തിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാവരും കണ്ടില്ല, പോലീസിന്റെ അന്വേഷണം ആദ്യം അട്ടിമറിച്ചു. നമ്മൾ വൈത്തിരി പോലീസ് സ്റ്റേഷനിലാണ് കൊടുത്ത അന്വേഷണത്തിന് വേണ്ടിയിട്ട്. ഒരാഴ്ചയായിട്ട് അവിടെ അണക്കമില്ല, എല്ലാം അട്ടിമറിച്ചു. ഭരണ സംവിധാനത്തിൽ എല്ലാം അട്ടിമറിച്ചുകൊണ്ട് പോയി. എല്ലായിടത്തും അട്ടിമറി നടക്കുമ്പോഴേ ഇതുപോലുള്ള നല്ല നല്ല റിപ്പോർട്ട് വരുമ്പോഴേ, സത്യസന്ധമായ റിപ്പോർട്ട് വരുമ്പോഴേ ശരിക്കും നമുക്ക് അവരെ അഭിനന്ദിച്ചേ മതിയാവും. ബാക്കിയുള്ള അന്വേഷണത്തെയും നല്ല രീതിയിൽ സ്വാധീനിക്കും, അവർക്കും ഒരു സഹായമാവും. നിഷ്പക്ഷമായ ഒരു അന്വേഷണം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം വെച്ചിട്ട് ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് ഡിസ്മിസൽ തന്നെ വേണം, ഡീനും അസിസ്റ്റന്റ് വാർഡനും എല്ലാം. കാര്യമെന്ന് പറഞ്ഞാൽ 3 ദിവസം ക്രൂരമായിട്ടുള്ള അവിടെ മർദ്ദനമുറകൾ നടക്കുമ്പോൾ ഇവരറിഞ്ഞില്ല എന്ന് പറയുന്നത്, ജസ്റ്റ് ഒരു മിനിറ്റ് പോലും നടന്നു പോകാൻ ദൂരം വേണ്ട ആ ഹോസ്റ്റലിൽ ഇവരാരും അറിഞ്ഞില്ല എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇവരറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരവും വളരെ വ്യക്തമാണ്. ആ വിവരവും എനിക്കുണ്ട്. ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴവർക്ക് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ നടക്കുന്ന മർദ്ദനമുറയാണ് നടക്കട്ടെ എന്ന്. അതുകൊണ്ട് ഒരു ആൾ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ, ഒരു മിനിറ്റ് വേണ്ട, ഒരാളൊന്ന് എത്തി നോക്കിയിരുന്നെങ്കിൽ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഒരു ഫോണെങ്കിലും ആരെങ്കിലും അവർ ചെയ്താൽ മതി. അവിടെയുള്ള സീനിയർ വിദ്യാർത്ഥികൾ വിസിയോ അല്ലെങ്കിൽ ഡീനോ ജസ്റ്റ് ഒരു ഫോൺ ചെയ്താൽ മതി. അവിടെ എന്താ പ്രശ്നം നടക്കുന്നത് പോണ്ട. അങ്ങനെ ഒരു വിളിയെങ്കിലും മതിയായിരുന്നു, ആ ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു. ആ സമയത്തൊക്കെ അവർക്ക് അത്യാവശ്യം എന്താ, വിസിക്ക് അത്യാവശ്യം അവിടുത്തെ അധ്യാപകരെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ള ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുക. അവർക്കെല്ലാവരും ബിരിയാണി വാങ്ങിക്കൊടുത്തതിന്റെ ബില്ലുണ്ട്. ബില്ല് വേണമെങ്കിൽ ഞാൻ ഒരിക്കൽ പബ്ലിഷ് ചെയ്യാം. എന്റെ കയ്യിലുണ്ട് അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ്. 19, 20 അവർ അവിടെ നിന്ന് ആഹാരം കഴിച്ച് രസിച്ചത്. അതുകൊണ്ട് ഈ സമയത്തൊക്കെ അവർക്കൊരു ചെറിയൊരു ഫോൺ കോൾ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടിയെ അവർക്ക് രക്ഷപ്പെടുത്താമായിരുന്നല്ലോ. അത്രയും വീഴ്ച വരുത്തിയ ആള് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്ന് വേണം പറയാം. പക്ഷെ എനിക്കത് പറയാൻ പറ്റില്ല. അതുകൊണ്ട്
സർവീസിൽ നിന്ന് തന്നെ പോയിട്ട് ഡിസ്മിസലാക്കി ഇത്രയും നാൾ അവർ വാങ്ങിയിട്ടുള്ള എത്ര ആനുകൂല്യമാണോ അതെല്ലാം തിരിച്ചു വാങ്ങണം. ഒരു കുടുംബത്തിനെയാണ് അവർ അനാഥമാക്കി കളഞ്ഞത്. ഒരു കുടുംബത്തിനെ ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു കുട്ടിയെയല്ല ഒരു കുടുംബത്തിനെ അനാഥമാക്കി കളഞ്ഞത്. അതുകൊണ്ട് ഇത്രയും നാൾ അവർ വാങ്ങിയിട്ടുള്ള ആനുകൂല്യവും കാര്യങ്ങളും എല്ലാം അങ്ങനെ തിരിച്ചു പിടിച്ചു കൊടുക്കണം. അതായത് ഒരു കുട്ടിക്ക് അവൻ ഭാവിയിൽ ഏത് ഹൈറ്റിൽ വരെ എത്തേണ്ടതാണ് എന്ന് ആലോചിച്ച് നോക്കണം. എത്ര ഹൈറ്റിൽ എത്തേണ്ടതാണ്. വെറും ഒരു ഡോക്ടറായി വരേണ്ടതല്ല അവന്റെ ആഗ്രഹം. അത്രയ്ക്ക് ഇന്ത്യ അറിയപ്പെടുന്ന ഒരാളായി വരണമെന്നാണ് അവന്റെ ആഗ്രഹമില്ല. അത് മൊത്തത്തിൽ അവർ കുടുംബത്തിനെ ഇവരെല്ലാവരും കൂടെ നശിപ്പിച്ചത്. ശിക്ഷ അനുഭവിച്ച് തന്നെ മതിയാവും. ഈ റിപ്പോർട്ടിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ വളരെ തൃപ്തിയുണ്ട് ഇങ്ങനെ റിപ്പോർട്ട് വന്നിരുന്നു. വളരെയധികം നന്ദി ശ്രീ ജയപ്രകാശ്. ഈ ഒരു അവസരത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്. വീണ്ടും ശാലിനിയിലേക്ക് പോവുകയാണ്. ശാലിനി, സിദ്ധാർത്ഥന്റെ പിതാവ് അതിവൈകാരികമായി തന്നെയാണ് നമ്മോട് പ്രതികരിച്ചത്. ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രതീക്ഷകളോടുകൂടി അവിടെ എത്തിയൊരു വിദ്യാർത്ഥിയെയാണ് നശിപ്പിച്ച് കളഞ്ഞത്, അല്ലെങ്കിൽ ഒരു കുടുംബത്തെ അനാഥമാക്കി എന്നെല്ലാം അദ്ദേഹം പറയുമ്പോഴും അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒരു അന്വേഷണത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള അന്വേഷണത്തിന്റെ ആ ഗതിയിൽ പൂർണ്ണ തൃപ്തിയുണ്ട്. ഈ റിപ്പോർട്ട് സത്യസന്ധമാണ്, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. അതോടൊപ്പം തന്നെ ഇതിൽ കുറ്റക്കാരായവരെ സസ്പെൻഡ് ചെയ്യുകയല്ല വേണ്ടത്, പിരിച്ചുവിടുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ദേവിക, അത് തന്നെയാണ്. ഏറെ വൈകാരികമായ ഒരു പ്രതികരണം തന്നെയാണ് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ഇപ്പോൾ നമ്മോട് നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു കുടുംബത്തിന്റെ ഏക പ്രതീക്ഷയാണ്. വെറും ഒരു ഡോക്ടർ ആകുന്നതിനപ്പുറം ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്ക് സിദ്ധാർത്ഥ് എത്തിയത്. ഏകദേശം 1.5 ദിവസത്തിലധികം നടന്ന ക്രൂരമായിട്ടുള്ള പീഡനം, ഏകദേശം അതിനുശേഷവും മണിക്കൂറുകളോളം സിദ്ധാർത്ഥനെ പട്ടിണിക്കിട്ട് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ SFIയുടെ അതിക്രൂരമായ മർദ്ദനവും പീഡനത്തിന് ശേഷം ആ മരണം സംഭവിച്ചു എന്നുള്ളതായിരുന്നു അന്നൊക്കെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ. ഇതിലടക്കം ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ വീഴ്ചകൾ VCയുടെ അന്നത്തെ VC ആയിരുന്ന VCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നത്. അതായത് കൃത്യസമയത്ത് കാര്യക്ഷമമായ ഇടപെടൽ മുൻ VC നടത്തിയില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തൽ ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആ റിപ്പോർട്ട് ഗവർണർക്ക് മുൻപിൽ എത്തിയിരിക്കുകയാണ്. ചാൻസലർ കൂടിയായ ഗവർണർ ഈ വിഷയത്തിൽ എന്ത് നടപടി ഇനി സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. നിലവിൽ സസ്പെൻഷനിൽ കഴിയുന്ന മുൻ VCയെ തിരികെ ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുമോ അതോ കടുത്ത നടപടിയിലേക്ക് ഗവർണർ കടക്കുമോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. ഇനിയും ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഈ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ട് ആയതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് അടക്കം അത് പുറത്ത് നൽകാനുള്ള സാധ്യതകളുമില്ല. എങ്കിൽ പോലും VCയുടെ ഭാഗത്ത് നിന്ന് മുൻ VCയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അസിസ്റ്റന്റ് വാർഡൻ അടക്കമുള്ളവരുടെ ഭാഗത്തും ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത്രയധികം വിദ്യാർത്ഥികൾ ഒരു ഹോസ്റ്റലിലേക്ക് എത്തുമ്പോൾ ആ ഹോസ്റ്റലിൽ നടക്കുന്ന സംഭവങ്ങൾ മറ്റ് വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് VC അറിയിച്ചില്ല, അല്ലെങ്കിൽ VC അറിയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും എന്തുകൊണ്ട് കൃത്യമായ നടപടികൾ കാര്യക്ഷമമായി എടുത്തില്ല, പോലീസിനെ ഈ വിഷയങ്ങൾ അറിയിച്ചില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് മുൻ VC ഉത്തരം പറയേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നിലവിലെ സസ്പെൻഷൻ നടപടികൾ ഡിസ്മിസിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളും ഉണ്ട്. എന്തായാലും റിപ്പോർട്ട് അന്തിമ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഗവർണർക്ക് മുൻപിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഗവർണർ ഇനി ഇത് കാര്യക്ഷമമായി പരിശോധിക്കും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടിയിലേക്ക് ചാൻസലർ കൂടിയായ ഗവർണർ കടക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ജയപ്രകാശ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു അന്വേഷണ കമ്മീഷനെയും ഗവർണർ നടത്തിയിട്ടുള്ള ഇടപെടലിലും ആ കുടുംബം തൃപ്തനാണ് എന്നുള്ളതാണ് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. തുടക്കം മുതൽ തന്നെ ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഈ ഒരു ദുരന്തം നടന്നതിന് ശേഷം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം നടന്നിട്ടുള്ള ഓരോ ഇടപെടലുകളും ഗവർണർ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണവും അന്തിമ റിപ്പോർട്ട് കൂടിയാണ് ഇപ്പോൾ ഗവർണർക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും തുടർ നടപടികൾ ഉടൻ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ദേവിക.